നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം ദ്രൗപദി യുധിഷ്ഠിര സംവാദം. യുധിഷ്ഠിരനും സഹോദരന്മാരും പാഞ്ചാലിയും കാമിക വനത്തിൽ നിന്ന് ദ്വൈതവനത്തിലെത്തി. കളകളാരവം പുറപ്പെടുവിക്കുന്ന അരുവികൾ കൂടി ഒഴുകുന്ന സ്ഫടിക നിർമ്മലമായ ശുദ്ധജലവും പൂവും കായും സുലഭമായിട്ടുള്ള വൃക്ഷലതാദികളും കളമൊഴി ഉതിർക്കുന്ന ഭക്ഷ്യവൃന്ദങ്ങളും സമൃദ്ധരായിട്ടുള്ള ആ ഭൂവിഭാഗം താമസത്തിന് പറ്റിയതാണ് എന്ന് മനസ്സിലാക്കി അവർ അവിടെ അവരുടെ സങ്കേതമാക്കി. അനേകം ദ്വിജശ്രേഷ്ഠന്മാരും തപസ്സിദ്ധിയുള്ള മഹാത്മാക്കളും ഭിക്ഷുക്കളും മറ്റും അവരോടൊപ്പം ഉണ്ടായിരുന്നു. പാണ്ഡവന്മാരെ കാണുന്നതിന് അനേകം സിദ്ധന്മാരും ചാരണന്മാരും അവിടെ എത്തി. എല്ലാവരും യുധിഷ്ഠിരനെ സ്നേഹാദരങ്ങളോടെ ഉപചരിച്ചു. പാണ്ഡവന്മാർ സന്തോഷസമന്വിതം ദ്വൈതവനത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദിവസം പുരാണമുനിയും ചിരഞ്ജീവിയും അത്യുഗ്ര തേജോനിധിയുമായ മാർക്കണ്ഡേയ മഹർഷി പാണ്ഡവാശ്രമത്തിൽ വന്നു. യുധിഷ്ഠിരൻ അത്യധികം ആദരവോടെ അദ്ദേഹത്തെ പൂജിച്ചിരുത്തി. മഹർഷിമാരാൽ ചുറ്റപ്പെട്ട യുധിഷ്ഠിരനെയും സഹോദരന്മാരെയും ദ്രൗപദിയെയും കണ്ടപ്പോൾ മഹർഷി ചിരിച്ചു. ഇത് കണ്ട് യുധിഷ്ഠിരൻ കൗതുകപൂർവ്വം മഹർഷിയോട് ചോദിച്ചു, മഹർഷേ, ഇവിടെ വന്ന് എന്നെ കാണുന്ന താപസശ്രേഷ്ഠരും മറ്റുള്ളവരും എന്നെ കാണുമ്പോൾ സഹതപിക്കുന്നു. ഭവാൻ മാത്രം സന്തോഷിക്കുന്ന വിധത്തിൽ ചിരിക്കുന്നതിൻ്റെ കാരണം അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് കേട്ടപ്പോൾ മഹർഷി വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യുധിഷ്ഠിര, ഞാൻ അർഷോന്മത്തനായി ചിരിച്ചതല്ല. അങ്ങയുടെ സ്ഥിതി കണ്ടപ്പോൾ ഞാൻ ദശരഥപുത്രനെ ഓർത്ത് ചിരിച്ചു പോയതാണ്. അച്ഛൻ്റെ വാക്കുപാലിക്കാൻ രാജ്യവും രാജഭോഗങ്ങളും ഉപേക്ഷിച്ച് സഹോദരനോടും പത്നിയോടും കൂടി കാട് ചുറ്റുമ്പോൾ ഋഷ്യമുഖാജലത്തിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടു. ശക്രന് തുല്യനും മഹാനുഭാവനുമായ ശ്രീരാമൻ ധർമാനുഷ്ഠാനത്തിനു വേണ്ടി കാട്ടിൽ സഞ്ചരിച്ചു. അതുപോലെ നീയും ഇപ്പോൾ വനത്തിൽ വസിക്കുന്നു. നീ ശക്തനായിട്ടും അധർമ്മം ചെയ്യാതെ ധർമ്മം അനുഷ്ഠിക്കുന്നു. നിന്റെ ധർമാനുഷ്ഠാനം കണ്ടുള്ള സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചതാണ്. സത്യസന്ധതയുടെ ക്ലേശകരമായി വനവാസം കഴിഞ്ഞ് നിന്റെ ശക്തി കൊണ്ട് തന്നെ ഐശ്വര്യം വീണ്ടെടുക്കും. മഹർഷി പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചിട്ട് ദ്വൈതവനത്തിൽ നിന്നും പോയി. പാണ്ഡവന്മാർ ദ്വൈതകവനത്തിൽ താമസിക്കുമ്പോൾ അവരോടൊപ്പം ധാരാളം ബ്രാഹ്മണരും പാർത്തു വന്നു. അവർ എല്ലായ്പ്പോഴും വേദോച്ചാരണം മുഴക്കി. ദ്വൈതകവനം അപ്പോൾ ഒരു രണ്ടാം ബ്രഹ്മലോകം പോലെ ശോഭിച്ചു. ഒരു ദിവസം രാത്രി യുധിഷ്ഠിരനും സഹോദരന്മാരും ദ്രൗപദിയും കൂടിയിരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു. ദ്രൗപദി യുധിഷ്ഠിരനോടായിട്ട് പറഞ്ഞു, പ്രഭു, നമ്മെ ഈ നിലയിലാക്കിയ ദുര്യോധന്റെ ഹൃദയം വജ്രത്തേക്കാൾ കാഠിന്യമേറിയതാണ്. ദുർബുദ്ധിയായ അവന് നിശ്ചയമായും യാതൊരു സന്താപവുമില്ല. മാന്തോലം ധരിച്ച് അങ്ങ് കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ അവനും കർണനും ശകുനിയും ദുശാസനനും മാത്രമാണ് ആഹ്ലാദിച്ചത്. ബാക്കിയുള്ളവരെല്ലാം അസഹ്യമായ ദുഃഖം കൊണ്ട് കണ്ണീരൊഴുക്കി. രത്നഖചിതമായ സിംഹാസനത്തിലിരുന്ന അങ്ങ് ഇപ്പോൾ ദർഭപ്പുല്ല് വിരിച്ച തറയിൽ ഇരിക്കുന്നു. ക്ഷത്രിയവീരന്മാരായ രാജാക്കന്മാരുടെ മധ്യത്തിൽ ചക്രവർത്തിയായി പരിരസിച്ചിരുന്ന അങ്ങ് ഈ ഘോരകാനനത്തിൽ ഒറ്റപ്പെട്ട് കഴിച്ചുകൂട്ടുന്നു. ചന്ദനച്ചാറുപൂശി സുഗന്ധപൂരിതമാക്കിയിരുന്ന അങ്ങയുടെ തിരുമേനിയിൽ ധൂളി പുരണ്ടിരിക്കുന്നു. പട്ടുടയാടകൾ ചാർത്തി ശോഭിച്ചിരുന്ന അങ്ങയുടെ കോമള ശരീരത്തിൽ ഇപ്പോഴിതാ വൽക്കലവും മാന്തോലും. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? വനവാസത്തിൽ ഭീമൻ അത്യധികം ദുഃഖിക്കുന്നു. ദുര്യോധനാദികളെ ഒറ്റയ്ക്ക് സംഹരിക്കാൻ ശക്തിയുള്ള ഭീമൻ അങ്ങയുടെ പ്രതിജ്ഞയെ ഓർത്ത് എല്ലാം സഹിക്കുന്നു. 2 കയ്യേ ഉള്ളെങ്കിലും ബാഹുവീര്യത്തിൽ 1000 കൈകളുള്ള കാർത്തവീര്യാർജുനനോട് തുല്യനാണ് അർജുനൻ. ആ പുരുഷകേസരിയുടെ ഇപ്പോഴത്തെ നില എത്ര ശോച്യമാണ്. തരുണനും ഗഡ്ഗധാരികളിൽ മുമ്പനുമായ നകുലനും സുന്ദരനും ധീരനുമായ സഹദേവനും കാട്ടിൽ വെറുനിലത്ത് കിടക്കുന്നു. ദ്രുപദകുലത്തിൽ പിറന്ന ഞാൻ, പാണ്ഡുവിൻ്റെ സ്നുഷയായ ഞാൻ, ദൃഷ്ടദ്യുമ്നൻ്റെ സഹോദരിയായ ഞാൻ നിസ്സഹായായി ഈ കാനനത്തിൽ കഴിച്ചുകൂട്ടുന്നു. ഞങ്ങളുടെ കഷ്ടാവസ്ഥ കണ്ടിട്ട് ഇതിനെല്ലാം കാരണക്കാരായ അങ്ങയുടെ ശത്രുക്കളോട് അങ്ങയ്ക്ക് കോപം തോന്നുന്നില്ലേ? എല്ലാം അങ്ങ് ക്ഷമിക്കുകയാണോ? അങ്ങയ്ക്ക് കോപം എന്നൊന്നില്ലെന്ന് തീർച്ചയായി. ഭ്രാതാക്കളെയും എന്നെയും കണ്ടിട്ടും ഇണ്ടയില്ലാത്ത ഭവാന് ചുണയുണ്ടെന്ന് വിചാരിക്കുവാൻ തക്ക യാതൊരു ന്യായവും കാണുന്നില്ല. കോപമില്ലാത്ത ക്ഷത്രിയൻ ഇല്ലെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ക്ഷത്രിയനായ ഭവാൻ ആ പഴമൊഴിക്ക് ഒരു അപവാദമാണ്. വേണ്ട കാലത്ത് കോപം കാട്ടാത്ത ക്ഷത്രിയനെ എക്കാലത്തും എല്ലാ ജീവികളും പുച്ഛിക്കും. അങ്ങ് ഒന്ന് ക്രോധിച്ചാൽ അങ്ങയുടെ ശത്രുക്കളൊക്കെ സംഹരിക്കപ്പെടും. അങ്ങ് തന്നെ കേട്ടിരിക്കാൻ ഇടയുള്ള ഒരു ഇതിഹാസ കഥ അങ്ങയുടെ ഓർമ്മയ്ക്കായി ഞാൻ പറയാം. ക്ഷമയും ബലവും.
മഹാബലിയുടെ മുത്തച്ഛനായിരുന്നല്ലോ അസുരേന്ദ്രനും സർവധർമാർത്ഥ ഗോപിതനുമായ പ്രഹ്ലാദൻ. അദ്ദേഹത്തോട് മഹാബലി ചോദിച്ചു, മുത്തച്ഛ, ക്ഷമയോ ബലമോ ഏതാണോ ശ്രേഷ്ഠമായത്, ഏതാണോ ശ്രേയസ്കരം? പ്രഹ്ലാദൻ പ്രതിവദിച്ചു, എപ്പോഴും ബലപ്രയോഗം നല്ലതല്ല, എന്നാൽ എപ്പോഴും ക്ഷമയും നല്ലതല്ല. ഈ പറഞ്ഞ രണ്ട് സത്യവും നീ സംശയാതീതമായി ധരിക്കണം. എപ്പോഴും ക്ഷമിക്കുന്നവന് വളരെ ദോഷങ്ങൾ പറ്റും. അവനെ ഭൃത്യന്മാരും നിന്ദിക്കും. അങ്ങനെയുള്ളവൻ സമീപ ബുദ്ധികളാലും ഭൃത്യന്മാരാലും ചൂഷണം ചെയ്യപ്പെടും. ലോകത്തിൽ മരണത്തേക്കാൾ മോശമാണല്ലോ അപമാനം. എപ്പോഴും ക്ഷമിക്കുന്നവനോട് മക്കളും ഭൃത്യന്മാരും സജ്ജനങ്ങളും അപരിചിതർ പോലും കടുത്ത വാക്കുകൾ പറയും. അവൻ്റെ ഭാര്യമാരും തന്നിഷ്ടം പോലെ നടക്കും. ഇനി ക്ഷമയില്ലാത്തവന് വന്നു ചേരുന്ന ദോഷം പറയാം. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും കോപാന്തനായി തൻ്റെ ബലം കൊണ്ട് ശിക്ഷ നൽകുന്നവനോട് സുഹൃത്തുക്കൾ പോലും പിണങ്ങും. സ്വജനങ്ങളുടെയും നാട്ടിലുള്ളവരുടെയും വിദ്വേഷത്തിന് പാത്രമാകും. അങ്ങനെയുള്ളവന് എങ്ങനെ ഐശ്വര്യമുണ്ടാകും? അതുകൊണ്ട് അതിക്രോധം പാടില്ല. വേണ്ട നേരത്ത് മൃദുവാകുകയും വേണ്ട നേരത്ത് തീക്ഷ്ണത കാട്ടുകയും വേണം. എപ്പോഴൊക്കെയാണ് ക്ഷമിക്കേണ്ടതെന്നും ഞാൻ പറയാം. നിനക്ക് നേരത്തെ ഉപകാരം ചെയ്തവൻ ഒരു തെറ്റ് നിന്നോട് ചെയ്താലും ഉപകാരം ചിന്തിച്ച് അവൻ്റെ അപകാരം ക്ഷമിക്കണം. ഏത് ജീവിയുടേതായാലും ഒരു കുറ്റം നീ പൊറുക്കണം. രണ്ടാമത്തെ കുറ്റം ചെറിയതായാലും നിരീക്ഷിക്കണം. അറിയാതെ ഒരുത്തൻ ഒരു കുറ്റം ചെയ്താൽ അത് ക്ഷമിക്കണം. അറിഞ്ഞു ചെയ്ത ഒരു തെറ്റിനെ അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞാലും അത് ചെയ്തവനെ വെറുതെ വിടരുത്. ശാമം കൊണ്ട് ക്രൂരനെയും അല്ലാത്തവനെയും കൊല്ലാം. എന്നാൽ അതെല്ലാം തൻ്റെ ബലവും ദൗർബല്യവും കാലവും ദേശവും ഒക്കെ നോക്കി ചെയ്യണം എന്ന് മാത്രം. ദേശത്തിനും കാലത്തിനും ചേർന്നതല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും വിജയിക്കുകയില്ല. അപ്രകാരം തന്നെ ലോകഭയം കൊണ്ടും കുറ്റം ക്ഷമിക്കണം. ബഹുജന പ്രക്ഷോഭമുണ്ടാകുന്ന ശിക്ഷ നൽകുന്നതിൽ പ്രത്യേകം കരുതലുണ്ടാകണം. അപ്പോൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ഇപ്രകാരമല്ലാത്ത സന്ദർഭങ്ങളിൽ ക്രോധിക്കണം, അത് ആവശ്യവുമാണ്. ദ്രൗപദി തുടർന്നു, ധർമ്മരാജാവേ, ഇപ്പോൾ അങ്ങ് ബലം പ്രയോഗിക്കേണ്ട കാലമാണ്. എന്നും ദ്രോഹം ചെയ്യുന്ന ദുഷ്ടന്മാരായ ധാർത്തരാഷ്ട്രന്മാരോട് ക്ഷമിക്കേണ്ട കാലമല്ല. അവർ അത് അറിയിക്കുന്നുമില്ല. അതിവിനയവും മൃദുവുമായവനെ ജനങ്ങൾ അവഗണിക്കും. ക്ഷമയും ബലവും വേണ്ട കാലത്ത് അറിഞ്ഞു ചെയ്യുന്നവനാണ് രാജാവ്. യുധിഷ്ഠിരൻ, പ്രിയേ ദ്രൗപദി, ക്രോധം മനുഷ്യരെ കൊല്ലും. ക്രോധത്തെ അടക്കുന്നവന് അഭിവൃദ്ധി ഉണ്ടാകും. ക്രോധം വിനാശത്തിൻ്റെ മൂലമാണ്. പാപം ചെയ്യുന്ന നരനാണ് ക്രുദ്ധൻ. ക്രുദ്ധൻ ഗുരുക്കളെ കൊല്ലും. മാതാപിതാക്കളെയും സ്വജനങ്ങളെയും കൊല്ലും. അവന് പറയേണ്ടതും പറയേണ്ടതായും അറിയുകയില്ല. അസത്യേക്കാൾ ശ്രേഷ്ഠം സത്യമാണ്. അസത്യത്തേക്കാൾ ശ്രേഷ്ഠം സത്യമാണ്. അതുപോലെ ക്ഷമയും വിനയവും ക്രോധത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ദുര്യോധനെ കൊല്ലുവാൻ വേണ്ടി മാത്രം ഞാൻ എങ്ങനെ ക്രോധത്തെ സ്വീകരിക്കും? സ്വധർമ്മനിഷ്ഠൻ മാത്രമേ നല്ലവനാകൂ. ക്രുദ്ധൻ സ്വധർമ്മനിഷ്ഠനാവുകയില്ല. അല്പബുദ്ധികൾക്ക് എന്തൊക്കെ തെറ്റുപറ്റിയാലും എന്നെപ്പോലുള്ളവർക്ക് അപ്രകാരം തെറ്റുപറ്റാൻ പാടുണ്ടോ? ഭൂമിയെപ്പോലെ ക്ഷമാശീലരായവർ ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല. വേദനിപ്പിക്കപ്പെട്ടവൻ പകരം വേദനിപ്പിക്കുകയും ഉപദ്രവിക്കപ്പെട്ടവൻ തിരിച്ചുപദ്രവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം സർവനാശമായിരിക്കും. ശകാരിച്ചാൽ അതിനെതിരായി ശകാരിക്കുകയും ദ്രോഹിച്ചാൽ അതിനു പകരം ദ്രോഹിക്കുകയും ഹിംസിച്ചാൽ പകരം ഹിംസിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിതാക്കൾ മക്കളെ കൊല്ലുകയും മക്കൾ പിതാക്കന്മാരെ കൊല്ലുകയും ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊല്ലുകയും ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊല്ലുകയും ചെയ്യും. നിത്യം ക്രോധത്തെ ജയിച്ചവനാണ് വിദ്വാൻ. സുയോധനൻ രാജ്യം അറിയിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ക്ഷമ കൈക്കൊള്ളുന്നില്ല. ഞാൻ രാജ്യാധികാരം അറിയിക്കുന്നു. അതുകൊണ്ട് ക്ഷമ വെടിയുന്നില്ല. ക്ഷമ എന്നിൽ ഉറച്ചതാണ്, അതിനിളക്കമുണ്ടാവുകയില്ല. ക്ഷമയും ശാന്തതയും മനസ്സിനെ അടക്കുവാൻ കഴിവുള്ളവരുടെ ഗുണങ്ങളാണ്. ഇത് സനാതനമായ ധർമ്മമാണ്. ഇപ്രകാരം കൃപാപൂർണമായ ക്ഷമ ഞാൻ ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല. ദ്രൗപദി, കർമ്മങ്ങളുടെ ഫലങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് കർമ്മങ്ങളിൽ നിന്ന് പ്രത്യേകം എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് വെറും തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഇത് ഓർക്കുമ്പോൾ ധർമ്മം മാത്രമല്ല, കൃപ, ക്ഷമ, ആർജവം, ദയ മുതലായതുകൊണ്ടൊന്നും മനുഷ്യന് ഐശ്വര്യം നേടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ഇത്രമാത്രം വ്യസനം അങ്ങേക്കും മനുഷ്യന്മാർക്കും എങ്ങനെ വന്നുകൂടി? നല്ല കാലത്തും ചീത്തകാലത്തും അങ്ങേക്ക് ധർമ്മത്തേക്കാൾ പ്രിയപ്പെട്ടതായിട്ട് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഭവാന്റെ ധർമ്മം ഭവാനെ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയോ? തുല്യരെയും താഴ്ന്നവരെയും ഒരിക്കലും അങ്ങ് നിന്ദിച്ചിട്ടില്ല. ഭൂമി മുഴുവൻ ജയിച്ചപ്പോഴും അങ്ങേക്ക് അഹങ്കാരം ലവലേശം ഉണ്ടായിട്ടില്ല. അങ്ങേപ്പോലെ
ദാനവന്മാർ ആരെങ്കിലും ഉണ്ടോ? അങ്ങ് എത്രയോ യജ്ഞങ്ങൾ ചെയ്തു, എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്തു. അങ്ങേക്ക് ചൂതിനുള്ള കമ്പം എങ്ങനെ ഉണ്ടായി? അതിൽ തോറ്റപ്പോൾ രാജ്യവും ധനവും മാത്രമല്ല ഭ്രാതാക്കളെയും എന്നെയും കൂടി പണയം വെച്ചില്ലേ? അങ്ങയുടെ ബുദ്ധി എന്താണ് ഇപ്രകാരം പ്രവർത്തിച്ചത്? എൻ്റെ ദൃഷ്ടിയിൽ ഇതിനൊക്കെ ഒറ്റ കാരണമേ ഞാൻ കാണുന്നുള്ളൂ. ഈ ലോകം സ്വതന്ത്രമല്ല, ഈശ്വരൻ്റെ അധീനത്തിലാണ് അതിൻ്റെ നിലനിൽപ്പ്. അദ്ദേഹമാണ് സുഖവും ദുഃഖവും പ്രീതിയും അപ്രീതിയും മറ്റും നൽകുന്നത്. നാം വിധിയുടെ കയ്യിൽ മരപ്പാവ കണക്കെ കൽപ്പിക്കപ്പെടുകയാണ്. ചരട് വലിച്ച് പാവകളി നടത്തുന്നത് പോലെ ഈ ജീവജാലങ്ങളെല്ലാം സർവശക്തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. തൻ്റെ സുഖദുഃഖങ്ങൾ താൻ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് നടക്കുകയില്ല. പുൽക്കൊടിത്തുമ്പ് ശക്തിയായ കാറ്റിലെന്നതുപോലെ സർവ്വജീവജാലങ്ങളും ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നു. സ്വർഗവും നരകവും ഈശ്വരേച്ഛനുസരിച്ച് കിട്ടുന്നു. ലോകവ്യാപകമായ വിധിയുടെ ചൈതന്യം നന്മയും തിന്മയും ഇടകലർന്ന കർമ്മങ്ങളിൽ മുഴുകി ഈ പ്രപഞ്ചത്തിൽ സദാ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സ്വരൂപം കാണാൻ കഴിയുകയില്ല. അച്ഛനമ്മമാരെ പോലെ സ്നേഹത്തോടു കൂടിയല്ല ഈ വിധി തൻ്റെ സൃഷ്ടികളോട് പെരുമാറുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ക്രുദ്ധരെ പോലെയാണ് വിധിയുടെ പ്രവൃത്തി. ദുഷ്ടരെ പോലെയാണ് അവൻ പെരുമാറുന്നത്. മഹാത്മാക്കളും സുശീലന്മാരുമായവർ കഷ്ടപ്പെടുന്നതും ആവാസന്മാരും ദുഷ്ടന്മാരുമായവർ സന്തുഷ്ടരായി കഴിയുന്നതും കണ്ട് ഞാൻ ദുഃഖിക്കുകയാണ്. അങ്ങയുടെ കഷ്ടപ്പാടും ദുര്യോധൻ്റെ ഐശ്വര്യവും ഒത്തുനോക്കുമ്പോൾ വിധാതാവിനെ പ്രകീർത്തിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ബലവാൻ എന്തും ചെയ്യാമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ നിലയ്ക്ക് ബലഹീനന്മാരെ പറ്റി ചിന്തിച്ച് ഞാൻ ദുഃഖിക്കുന്നു. യുധിഷ്ഠിരൻ: അല്ലയോ കൃഷ്ണേ, യാജ്ഞസേനി, നിന്റെ അഭിപ്രായ പ്രകടനം ശക്തമായിരിക്കുന്നു. വിദഗ്ധമായി തന്നെ നീ നിന്റെ ചിന്താഗതി അവതരിപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിന്റെ പ്രസംഗം നാസ്തിക്യ ഭാഷയിലാണ് എന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠിരൻ തുടരുകയാണ് ധർമ്മത്തിൻ്റെ മഹാത്മ്യം. ആ ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.